ഹലോ, ഗുഡ് ഈവനിങ്. ഇന്ന് വൈകുന്നേരത്തെ ഒരു വൈബാണ്. പെട്ടെന്നായിരുന്നു എല്ലാം. നമ്മൾ ചെറ്റിപ്പുഴ മാർക്കറ്റ് പോയപ്പോൾ നമുക്ക് കിട്ടിയൊരു സാധനം ഉണ്ട്. ഇതെന്താണെന്ന് അറിയാം നിങ്ങൾക്ക്? ഈ മീനിന്റെ പേരൊന്ന് ഗസ് ചെയ്യണേ, അറിയണവര്. നമ്മളവിടെ വളർത്താന് അതേപോലെ തന്നെ പുഴയിലൊക്കെ ഉണ്ടാവും ആള്. നെട്ടർ ഉണ്ടോ? നല്ല റൗണ്ട് റൗണ്ട് പീസാണ് നെട്ടർ. അപ്പൊ ആദ്യമായിട്ട് പുറത്തേക്ക് പോയതാണ്. അപ്പൊ ഞാനും ഉണ്ണിയും കൂടി ഒന്ന് കഴുകി നല്ല ക്ലീൻ ചെയ്യാറ്. പിന്നെ അത് കൂടാതെ നമ്മൾ സെപ്പറേറ്റ് 2 കവറിൽ നമ്മളെ ചെറ്റിപ്പുഴ ഒരു സുഹൃത്ത് തന്നാണ്, അവിടുന്ന് കടയിൽ തന്നെ തന്നാണ്. കടുക്ക, നല്ല കാമ്പുള്ള കടുക്കയാണ്. ഇതിലൊന്നിന് 40 പീസും, അല്ല ഞാൻ 40 പീസല്ലേ പറഞ്ഞേ, ഒന്നിന് എത്ര 35 പീസും കേട്ടോ. അങ്ങനെ 2 കടുക്ക, വലുതും ചെറുതായ 2 കടുക്കയുണ്ട്. ഇത് രണ്ടും നമുക്ക് ക്ലീൻ ചെയ്യണം. അപ്പൊ അതിന്റെ ഒരു പ്രിപ്പറേഷൻ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മളെ ചാനലൊക്കെ എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യുക. കയറി വരുന്ന ആളുകളാണ്, അപ്പൊ നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. അപ്പൊ രതീഷ് പരപ്പനങ്ങാടി D3 വ്ളോഗ് നമ്മളെ യൂട്യൂബ് ചാനലും രതീഷ് പരപ്പനങ്ങാടി ഫേസ്ബുക്ക് പ്രൊഫൈൽ. നെട്ടർ നല്ല കഴുകി വൃത്തിയാക്കി സെറ്റ് ചെയ്താണ്. ഇതണ്ടാ ഓക്കെ അല്ലേ? നെട്ടർ സെറ്റ് ചെയ്ത് ഞാൻ ഇപ്പൊ കല്ലുമ്മക്കായാണ്. കല്ലുമ്മക്കായ ഇങ്ങനെ കാണുമ്പോൾ കുറെ ഉള്ള പോലെ ഉണ്ട്, വളരെ കുറച്ചുള്ളത്. അപ്പൊ നമ്മൾ ആദ്യം ഈ പാത്രം ഒന്ന് കഴുകിക്കട്ടെ. പാതിരക്ക് ഒരു സർപ്രൈസ് ആയിക്കോട്ടെ. ഇന്ന് ഓളന്നെയല്ലേ കഴുകല്. ഇന്ന് നമ്മളത് കഴുകി കൊടുത്ത് ഞാനും ഉണ്ണിയും കൂടി എന്നെ സെറ്റപ്പ് ചെയ്ത് നമ്മളിത് കല്ലുമ്മക്കായ നല്ല കഴുകി തൊള്ളി സെറ്റാക്കി ഇതിലേക്ക് ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുക. കല്ലുമ്മക്കായ നിങ്ങളവിടെയൊക്കെ എന്താ പറയാ? നമ്മളവിടെ കടുക്കാന്ന് പറയും കേട്ടോ. അതിന് കടുക്കാന്ന് പറയും. കടുക്ക. ഇനിയിപ്പോ സീസൺ വരും. സീസൺ വന്നു കഴിഞ്ഞാല് നമ്മളെ ചാലിയം, കടലുണ്ടി അവിടെയൊക്കെ ഇഷ്ടംമാതിരി സാധനം കിട്ടും. നമ്മളെ കല്ലുമ്മക്കായ ഏകദേശം കഴുകി ഇതാ ഫുള്ള് സെറ്റ് ചെയ്ത് എന്താ ഇതിലേക്ക് ഇനി ഇങ്ങനെ എടുത്തിട്ടാൽ മതി. ബാക്കി വന്നിട്ട് അതിലേക്ക് ചെറിയ പണി വേണ്ടേ? നമ്മൾ ചെറിയൊരു പണിയൊക്കെ കൊടുക്കാം അല്ലേ ഉണ്ണിയ? പിന്നല്ല, നമ്മളിതാ 10-15 മിനിറ്റ് കൊണ്ട് ഫുൾ ക്ലീൻഡ്. കല്ലുമ്മക്കായ ക്ലീനിങ്, നെട്ടർ ക്ലീനിങ്. ഇപ്പൊ ഇത് രണ്ടും ക്ലീൻ ചെയ്തു. ഓക്കെ. അപ്പോൾ നമ്മളെ ചെറ്റിപ്പടി മാർക്കറ്റിൽ നിന്നാട്ടോ നമ്മൾ നെട്ടർ മീനും അതേപോലെ കല്ലുമ്മക്കായും മേടിച്ചത്. നെട്ടർ കിലോയ്ക്ക് 200 രൂപയായിരുന്നു. അപ്പോൾ 200 രൂപയ്ക്ക് 1 കിലോ നെട്ടറും പിന്നെ നമ്മളതേപോലെ 40 പീസ് കല്ലുമ്മക്കായാണ് സെറ്റ് ചെയ്തത്. അപ്പോൾ അത് വീട്ടിൽ കൊണ്ടുപോയി ആദ്യം വരുന്നതിന് മുന്നേ ഒന്ന് ക്ലീൻ ചെയ്ത് വെച്ച്, പിന്നെ അവൾ വന്നതിന് ശേഷം കുക്കിങ് പിന്നെ ആൾക്ക് വിട്ടുകൊടുത്തു. അപ്പോൾ ആൾ നെട്ടർ ആദ്യം നമുക്ക് കറി വെക്കാമെന്ന് പറഞ്ഞു. മുളകിട്ട കറി. അപ്പോൾ അതിലേക്ക് ചെറിയുള്ളിയിലാണ് ഇന്ന് പ്രിപ്പറേഷൻ ചെയ്യുന്നത്. സാധാരണ വലിയ ഉള്ളി എടുത്തിട്ട് വാട്ടലാണ്. ഇപ്രാവശ്യം ചെറിയ ഉള്ളിയിലാക്കി ഒന്ന് വെറൈറ്റി നോക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ നല്ല ചെറിയുള്ളി ആവശ്യത്തിന് ഇട്ടിട്ട് നല്ല വാട്ടിയെടുക്കണം കേട്ടോ. നല്ല വാടണം വെച്ചാൽ നല്ല വാടണം. ആവശ്യത്തിന് ഉപ്പ്, വെളിച്ചെണ്ണയിൽ നല്ല വാട്ടിയെടുക്കാം. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ നീളമുള്ള പച്ചമുളക് ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും ബെറ്റർ. ഉണ്ടമുളകിനേക്കാളും അത് നീളത്തിൽ നമ്മൾ നല്ലോണം ചീന്തി സ്ലൈസ് ആയതിന് ശേഷം അതിലേക്കിട്ട് നല്ല മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഈ മസാലക്കൂട്ട് കണ്ടാൽ തന്നെ നമ്മളെ വായിലൊരു വെള്ളം ഊറുന്നില്ല എല്ലാവർക്കും. പിന്നെ അതിലേക്ക് നമ്മളെ ഇഞ്ചി പേസ്റ്റ് ഉണ്ട്, പേസ്റ്റാക്കി വെച്ചൊന്ന് ചതച്ച് ഇഞ്ചി ഒരാവശ്യത്തിന് നോക്കിയിട്ട് നമുക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതും നല്ലോണം അങ്ങോട്ട് മിക്സ് ചെയ്യാം. നല്ല മിക്സ് ചെയ്യണം കേട്ടോ. പിന്നെ ഈ ഉള്ളിയും ഇവരൊക്കെ ഒന്ന് ഇങ്ങനെ വാടി തുടങ്ങിയെന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മളെ ലാസ്റ്റിലേക്കാണ് നമ്മളെ തക്കാളി നമ്മൾ ഇതിലേക്ക് ഇടാം. ആ തക്കാളി അതേപോലെ തന്നെ നല്ല സ്ലൈസ് ആക്കുക. നല്ല സ്ലൈസ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിന് 1-2 തക്കാളി ഇട്ടിട്ട് അതും നല്ല അതേപോലെ ഡൈല്യൂട്ട് ആക്കുക. നല്ല മിക്സായി വരണം ആ ചൂടിൽ. അപ്പോൾ ഏകദേശം നമ്മളെ മസാലക്കൂട്ട് ഇതാ വെന്ത് തുടങ്ങിയിട്ടുണ്ട്. മസാലക്കൂട്ട് വെന്ത് തുടങ്ങി. പിന്നെ അത് മാത്രം പോരല്ലോ, പിന്നെ അതിലേക്ക് ആളുകൾ വേണ്ടേ? നമ്മളെ മല്ലിപ്പൊടി വേണം, അതുപോലെ തന്നെ മുളക് പൊടി വേണം, മഞ്ഞൾപ്പൊടി വേണം ആവശ്യത്തിന്, പിന്നെ ഉപ്പ് വേണമെങ്കിൽ പിന്നെ നമ്മൾ നോക്കിയിട്ട് ഇട്ടാൽ മതി. അപ്പോൾ നമുക്ക് മല്ലിപ്പൊടി എടുക്കാം, ഒരു 2 സ്പൂൺ ഇടാം. അതിലേക്ക് ഒരു 2 ടീസ്പൂണ് മല്ലിപ്പൊടി ഇട്ട് നല്ലോണം ഒന്ന് പേസ്റ്റാക്കി മിക്സ് ചെയ്യുക. അതിന് ശേഷം നമ്മൾ മുളക് പൊടി എടുക്കുക, അതേപോലെ തന്നെ 2 സ്പൂണ്. പിന്നെ അത് കഴിഞ്ഞാൽ മഞ്ഞൾപ്പൊടി. അങ്ങനെ നല്ല പേസ്റ്റാക്കുക, നല്ല ഇളക്കി കൊടുക്കുക. ഒരു 5 മിനിറ്റ് നല്ല മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആവശ്യത്തിനുള്ള വേവും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ലൊരു പേസ്റ്റായിട്ട് വരും. പിന്നെ നമ്മൾ അതിന് ശേഷം നമ്മൾ ചെയ്യേണ്ട സംഭവം, നമ്മളെ പുളി അറിയില്ല, പുളി ആ പുളി നല്ലോണം കഴുകിയെടുക്കുക. കഴുകിയ പുളി തന്നെയാണ്, എന്നാൽ നല്ല പിഴിയുക. ഇനി ആ പുളിവെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഒരു പ്രത്യേക ഒരു ടേസ്റ്റാണ് കറിക്കിട്ടോ.
ഒരു വേറെ ലെവലാണ്, നാടൻ രീതിയാണ്. സാധാരണ കൊടംപുളി ഇട്ടാണ് വെക്കുക, ഇതിപ്പോൾ നമ്മൾ നാടൻ പുളിയുള്ളൂ. അപ്പോൾ നാടൻ പുളി തന്നെ ആക്കി. എന്നിട്ട് അപ്പോൾ അതാ ആവശ്യത്തിന് വെള്ളം അതിൽ തന്നെ ഉണ്ടാവും, പുളീൻ്റെ വെള്ളം. എന്നിട്ട് എല്ലാം മിക്സ് ചെയ്യുക, നല്ലോണം മിക്സ് ചെയ്ത് കറി സെറ്റാവും. അതിലേക്ക് നമ്മളിതാ മീൻ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. മീൻ ഏകദേശം ഇങ്ങനെ വെന്ത് തള തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നമുക്കൊന്ന് സ്പീഡാക്കി എടുത്തതാണ്. കല്ലുമ്മക്കായൻ്റെ വീഡിയോ ഞാൻ അടുത്തതിൽ വരാം. ഓക്കെ, താങ്ക് യു.